ഇന്ന് രാവിലെ ഡോക്ടർ സുധാകരന് ഒരു കമ്പി വന്നിരുന്നു. ഇവിടെ നിന്ന്? ബോംബെയിൽ നിന്നും. സിസ്റ്റർ അറേവിംഗ് പ്ലീസ് റിസീവ് എന്നായിരുന്നു കമ്പി. അങ്ങനെ അദ്ദേഹത്തിന് ഒരു സഹോദരി ഉള്ളതായിട്ടേ ഞാൻ കേട്ടിട്ടില്ല. ആരാണ് ടെലിഗ്രാം തുറന്നത്? ഡോക്ടർ അശ്വതിയാണ് എന്റെ കയ്യിൽ തന്നത്. അശ്വതി? അതെ. എന്ത് കീഴ്മക്കളാണ് ഇത്? മനസ്സിലെ ദേഹമെല്ലാം പൊടിച്ച്. സാരമില്ല, കിടന്നോളൂ. കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവാ. അയ്യോ സ്വാമി, എന്റെ വയറിന് തീരെ സുഖമില്ല. അതിപ്പോൾ നമുക്ക് മനസ്സിലായി. ചികിത്സയ്ക്കെന്നും പറഞ്ഞ് ആശുപത്രി വന്നിട്ട് കണ്ടാക്കൊള്ളാവുന്ന പെൺകുട്ടികളെ കണ്ട് കയ്യും കലാശവും കടമയൊന്നും കാണിക്കരുത്. അയ്യോ, അതെന്റെ പരിചയക്കാരന്റെ ഭാര്യയാണ്. അതെ അതെ അതെ, നമുക്ക് മനസ്സിലായി പരിചയക്കാരന്റെ ഭാര്യയാണെന്ന്. ആ പരിചയമൊന്നും ആശുപത്രിയിൽ വേണ്ട. ഇതിനാണോ നിങ്ങൾ കൊല്ലത്തുനിന്ന് ഇതുവരെ ചികിത്സയ്ക്ക് വന്നത്? അയ്യോ, വയറ്റുവേദനയ്ക്ക് ചികിത്സിക്കാൻ പറ്റിയ ഒരു ഡോക്ടറാണ് ഇതെന്ന് എന്റെ ഒരു കൂട്ടുകാരൻ പറഞ്ഞു, അതുകൊണ്ട് വന്നത്. അപ്പൊ കൂട്ടുകാരൻ ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടോ? നിങ്ങൾ ഇതിനു മുമ്പ് ചികിത്സയ്ക്ക് ഇവിടെ വന്നിട്ടുണ്ടോ? സ്വാമി ഇതിനു മുമ്പ് ഇവിടെ ചികിത്സയ്ക്ക് വന്നിട്ടുണ്ടോ? ഞാൻ രണ്ടാമത്തെ തവണയാണ് ചികിത്സയ്ക്ക് വരുന്നത്. കഴിഞ്ഞ തവണ എന്റെ സുഖം പരിപൂർണമായിട്ട് ഭേദമായില്ല. ഭേദമായില്ലെങ്കിൽ എറണാകുളത്ത് നമ്മുടെ കമ്മത്തിനൊന്ന് വിളിച്ച് കാണിക്കാമായിരുന്നില്ലേ? ഇത്തവണ ഭേദമായില്ലെങ്കിൽ ആ കമ്മത്തിനെ തന്നെ കാണിക്കണം. അധികം സംസാരിക്കരുതെന്ന് നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു? രണ്ടുപേരും പോയി കിടക്കണം. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. ക്വാർട്ടേഴ്സിലേക്കായിരിക്കും. അതെ. കാരണം ഞാൻ കൊണ്ടുവന്ന് വിടാം. ഓ, വേണമെന്നില്ല. ഞാനും അതിലല്ലേ പോകുന്നത്. കാരണം ശരി. സിസ്റ്ററിന്റെ ക്വാർട്ടേഴ്സിൽ ആരൊക്കെ ഉണ്ട്? ഞാനൊരു വേലക്കാരി മാത്രമേ ഉള്ളൂ. എവിടെയാ സിസ്റ്ററിന്റെ നാട്? തിരുവല്ലയിൽ. ഇവിടെ ജോലിക്ക് വന്നിട്ട് വളരെ നാളായോ? 2-3 വർഷമായി. ഇതിനു മുമ്പ് എവിടെയായിരുന്നു? ആദ്യമായിട്ട് ഇവിടെയാണ് വരുന്നത്. ഇതാണ് എന്റെ ക്വാർട്ടേഴ്സ്. ഓ, സംസാരത്തിനിടയിൽ ഞാനതങ്ങ് മറന്നുപോയി. ഇത് തന്നെ. വരുന്നില്ലേ? വരണോ? ഏതായാലും ഇവിടം വരെ വന്നില്ലേ, ഒരു കാപ്പി കഴിച്ചിട്ട് പോവാം. ശരി.
ഈ ക്വാർട്ടേഴ്സ് നഴ്സിംഗ് ഹോം വകയാണ്. അതെ, എല്ലാം ഡോക്ടർ സുധാകരന്റെ മഹാമനസ്സാണ്. ബൈ ദ ബൈ, ഡോക്ടർ സുധാകരന് ബോംബെയിൽ ഒരു സിസ്റ്റർ ഉണ്ട്. അത് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? സിസ്റ്റർ വരുന്നതായി ഒരു ടെലഗ്രാം ഉണ്ടെന്ന് അമ്മാവൻ പറഞ്ഞു. ഇരിക്കൂ. സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി. ഇരയിമ്മൻ തമ്പി നൽകും ശൃംഗാര പദലഹരി ഇരു സ്വപ്നവേദികളിൽ അലിഞ്ഞു ചേർന്നു. കരളിലെ കളിത്തട്ടിലറുപതു തിരിയിട്ട കഥകളി വിളക്കുകളെരിഞ്ഞു നിന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി കുടമാളൂർ സൈരന്ധ്രിയായി മാങ്കുളം ബൃഹന്തളയായി ഹരിപ്പാട്ടു രാമകൃഷ്ണൻ വലലനായി ദുര്യോധന വേഷമിട്ടു ഗുരു ചെങ്ങന്നൂരു വന്നു. വാരണാസിതൻ ചെണ്ടയുണർന്നുയർന്നു. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. ആയിരം സങ്കൽപ്പങ്ങൾ തേരുകൾ തീർത്തരാവിൽ അർജുനനായി ഞാൻ അവളുത്തരയായി. അതു കഴിഞ്ഞാട്ടവിളക്കണഞ്ഞോ പോയി. എത്ര അജ്ഞാതവാസമിന്നും തുടരുന്നു ഞാൻ. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ നെഞ്ചെയ്യും അമ്പുമായി വന്നിരുന്നു. ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഞാൻ പോയിരുന്നു. എത്ര നല്ല പാട്ട്. ഇനി എന്നാണ് നിങ്ങളുടെ പാട്ട് കേൾക്കുക? എന്ന് വേണമെങ്കിലും കേൾക്കാമല്ലോ. അതെങ്ങനെ? നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാറായില്ലേ? കാര്യം ശരിയാവണ്ടേ? എല്ലാം ശരിയായി. കമ്പി പോലും വന്നു കഴിഞ്ഞു. ഇവിടെന്ന് ഡോക്ടർ സുധാകരന് ഇന്ന് കാലത്ത് വന്ന കമ്പി അതായിരുന്നു. സിസ്റ്റർ വരുന്നുവെന്ന് പറയുന്നത് ഇതിന്റെ ഒരു കോഡ് വേർഡാണ്. ഓഹോ,
ഹലോ ഹലോ. ഡോക്ടർ വന്നിട്ടില്ലേ? ഡോക്ടർ പാർട്ടിക്കുള്ള ഏർപ്പാട് ചെയ്യുന്നു. നിങ്ങളെ ക്ഷണിക്കാനാണ് വന്നത്. വെരി ഗുഡ്.